വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ സത്യം പറഞ്ഞാൽ അതിന് വ്ളോഗും ഒന്നും പറയാൻ പറ്റൂല കേട്ടോ. ഒരു മനുഷ്യൻ നല്ലൊരു ഉറക്കുറങ്ങുക രാവിലെ തന്നെ നല്ലൊരു ഉറക്കുറങ്ങുമ്പോഴാണ് എന്നോട് പറയുന്നത് പാർസൽ വാങ്ങാൻ പോകണ്ട പെരുമ്പ് എത്തിക്കല്. ഞാൻ ചോദിച്ചു പൊന്നാര ഫാത്തിമ എന്ത് പാർസലാ വാങ്ങാൻ പോകാനുള്ളതെന്ന് കുറെ ചോദിച്ചു. സർപ്രൈസ് ആണ്. ഈ സർപ്രൈസ് എനിക്ക് കിട്ടാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. കാരണം എന്താ വെച്ചാൽ അല്ലറ ചില്ലറ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഇതാ ഈ അല്ലേ. എന്തൊക്കെ ബിസിനസ്സാണ് ഉള്ളതെന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെ ബിസിനസ്സാണ് ഉള്ളത്. ഇതൊരു പുതിയ ബിസിനസ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറയും പഴയ തന്നെ, അതുകൊണ്ട് പ്രശ്നമില്ല. ഏതായാലും ഞാൻ 1-2 വട്ടമൊക്കെ ബസ്സിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകലുണ്ട്. ഇതിനിപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ല. പോയി നോക്കാം. പോയത് അവിടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ പെട്ടെന്ന് അപ്രതീക്ഷയായിട്ടുണ്ടായ ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ വെച്ച് ഏതായാലും പോണ പോക്കിലാണ് ഒന്ന് ഇങ്ങോട്ട് കേട്ട് ചെറിയ തോതിൽ നിങ്ങളോടൊന്ന് പറഞ്ഞിട്ടൊന്ന് സെറ്റാക്കി പോകാന്നുള്ള പരിപാടിയിലാണ് ഇങ്ങോട്ട് കയറിയത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ആ പാർസൽ എന്താണെന്ന് നമുക്ക് അവിടെ പോയിട്ട് കാണാം. അവിടെ പോയിട്ട് കാണുമ്പോൾ അതൊരു വേറെ ഫീലാണ് അല്ലേ. അത് തിരിച്ച് പൊരേ കൊണ്ടുവന്ന് പൊളിച്ചു നോക്കുമ്പോൾ അതിലെന്താന്നുള്ളത് ഞങ്ങളെ കാണിക്കും. ഓക്കെ 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 വണ്ടി എടുക്ക്. വണ്ടിയുടെ ഫാത്തിമ വണ്ടി എടുക്കുന്നുണ്ട്. വിഗോ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞു ഓടിക്കാൻ അറിയോ വെച്ചാൽ ഓടിക്കാൻ പഠിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ കയറാൻ പോവാം. എത്ര ഓടിക്കാന്ന് പറഞ്ഞാലും എങ്ങനെ ഓടിക്കാന്ന് പറഞ്ഞാലും എനിക്ക് ലേശം ഒരു ധൈര്യക്കുറവുള്ളതിനോട് പിന്നെ ആ ഡ്രൈവിംഗ് സീറ്റ് ഞാനങ്ങോട്ട് ഏറ്റെടുത്തിട്ടു. മണി വരെ അയ്യാറുണ്ടാവുക. അല്ലെങ്കിൽ നമ്മളെ മൂപ്പരെ പൊക്കും. ഒരേ പോയി നിൽക്കാൻ അങ്ങോട്ട് നടന്നോട്. ഓട് 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 ഓട്. അങ്ങനെ മക്കളെ പാർസൽ വന്നത് എന്താണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. നോക്കാം നമുക്ക് എന്തായാലും. നിങ്ങളെപ്പോഴും വരലുണ്ട് അവിടെ ഓട്ടോക്കാരൻ വെറുതെ ഇത് വലിയ ബാക്കോ? ഇത് വലിയ ബാക്കാ എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ അതിൽ കൊണ്ടുവരുന്ന സാധനങ്ങളാ. നിങ്ങൾ കാർഡും കാര്യങ്ങളൊക്കെ ഇതാ പോസ്റ്റ് ഓഫീസിലേക്ക് ഞങ്ങളെ പാർസലും കാര്യങ്ങളൊക്കെ എത്തിയതാ. ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള അല്ലേ. എന്നാ വേഗം നടക്ക്. ലോഡെടുത്തോ. ഓ ഭയങ്കര വെയിറ്റ്. കാണിക്കാൻ വേണ്ട ഡോക്ടറെ അടുത്ത് പൊളിച്ചു നോക്കുന്ന ഞാൻ പൊളിക്ക്. ദമ്മച്ചിൻ്റെതാ പെട്ടിതാ. അപ്പൊ മക്കളെ ഇതാണ് ഓൾക്ക് ഇന്ന് വന്ന പാർസൽ. ഞമ്മക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം അതിലെന്താന്നല്ലേ. ഓല് ചെയ്യണ ഓരോ കാര്യങ്ങളും ഓൽക്ക് സക്സസ് ആണെന്ന് തോന്നിയാല് ഓല മുഖത്തുണ്ടാവണ ആ ഒരു ഹാപ്പിനെസ് അതല്ലേ നമ്മളെ സന്തോഷം അല്ലേ. ഇത് 3 4 5 6 7 8 10 അല്ലേ.
കസ്റ്റമൈസിന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ സെറ്റാക്കാണ് കേട്ടോ. ഫുള്ളതാ ഇനി കുറച്ച് പീസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഉള്ളിൽ ഉമ്മ ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ മടക്കി നേരെ ഇവിടെ എത്തി കഴിയുമ്പോൾ എടുത്തു കൊണ്ടുവരും. ഇവിടെ അട്ടിക്ക് ഇങ്ങനെ സെറ്റാക്കും. ഫോട്ടോ എടുത്തിട്ട് നേരെ അയച്ചു കൊടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. ഡാ എത്തിയാണ്. സാധനങ്ങളൊക്കെ ഓപ്പൺ ആക്കി അതൊക്കെ നോക്കി. അതേപോലെ തന്നെ കുറച്ച് കസ്റ്റമർ അയച്ചു കൊടുക്കാനുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. അപ്പം ഇനിയിപ്പോൾ ഈവനിങ് ആട്ടാകുമ്പോൾ അയച്ചു കൊടുക്കണം. നമുക്ക് അതിൻ്റെ കുറച്ചെന്തെങ്കിലും ഐഡിയപരമായിട്ടുള്ള എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തെ കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കാം. ബത്തുവാ ഒരു മാക്സിമം ഇടുവാ. വേവാ ചെറിയ എന്തെങ്കിലും എൻ്റെ അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയും എന്തെങ്കിലും എനിക്ക് ഇത്രയും ദിവസത്തെ എന്തെങ്കിലും മാക്സ് എടുത്തിട്ട് അതേപോലെ തന്നെ കുറച്ച് ബിസിനസ് പരമായി ഇത് പറയും മാക്സിമം അല്ല അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അതിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് കാര്യങ്ങള് അങ്ങനെ എന്തെങ്കിലും പ്രിന്റും കാര്യങ്ങളൊന്നും പോവില്ല. ഓക്കെ ആണ് ഇനി ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ് പറയും. ഓക്കെ ബൈ.